നമ്മളിന്ന് മനോഹരമായിട്ടുള്ള അതീവ ശക്തിയുള്ള ഒരു മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു മന്ത്രം കൊണ്ട് വശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടും ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നാൽ പോലും ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ തമ്മിൽ പിരിക്കാൻ വേണ്ടി പ്രയോഗങ്ങൾ വരെ ഈ ഒരു മന്ത്രത്തിൻ്റെ സഹായത്താൽ സാധിക്കുന്നതാണ്. രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരുന്ന ചില പ്രയോഗങ്ങൾ ഈ ഒരു മന്ത്രത്തിൽ ഉണ്ട്. ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള മന്ത്രമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ബെല്ലിനോടൊപ്പം വരുന്ന ആൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് അതീവ ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഇത് ദുരുപയോഗം അരുത്. വളരെ ശ്രദ്ധിച്ചു വേണം ഈ മന്ത്രത്തെ കൈകാര്യം ചെയ്യാൻ. ഈ ഒരു മന്ത്രത്തിൻ്റെ പേരാണ് ഗോപീജന വല്ലഭ മന്ത്രം. അതെ, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് കൃഷ്ണ ഭഗവാന്റെ രൂപമാണ്. സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മന്ത്രം തന്നെയാണിത്. ഇത് വേണ്ട രീതിയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രത്തെ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾക്ക് മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറയുന്നത് നാരദ ഋഷിയാണ്. മൃഗമുദ്ര പിടിക്കുക. ഇതിനു മുമ്പിലുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. മൃഗമുദ്ര പിടിക്കുക, ശിരസിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഏത് ഋഷിയാണ് മന്ത്രം നമുക്ക് കണ്ടെത്തി തന്നത് ആ ഋഷിയെ മനസ്സിൽ വിചാരിക്കുക. ശ്രീ നാരദ ഋഷി. വീരാട്ടാണ് ഛന്ദസ്. അപ്പോൾ വീരാട് ഛന്ദ, മൂക്കിന് താഴെ മേൽചുണ്ടി മുകളിൽ ഇവിടെ വീരാട് ഛന്ദ. ശ്രീകൃഷ്ണോ ദേവത, അത് അനാഹതത്തിൽ വച്ചുകൊണ്ട് പറയണം ശ്രീകൃഷ്ണോ ദേവത. ഇനി ഈ മന്ത്രത്തിൻ്റെ ധ്യാനമാണ്. ധ്യാനം ഇതാണ്: വൃന്ദാരണ്യ കകൽപ പാദപതലേ സദ്രന്ദപീഠേ അംബുജേ ശോണാഭേ വസുപത്രകേ സ്ഥിതമജം പീതാംബരാലം കൃതം ജീമൂതാഭമനേക ഭൂഷണയുതം ഗോഗോപ ഗോപീവൃതം ഗോവിന്ദം സ്മരസുന്ദരം മുനിയുതം വേണും രണന്തം സ്മരേത്. ഇതാണ് ധ്യാനം. ഇനി ഈ ധ്യാനത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഒരു ചെറിയ അർത്ഥം ഞാൻ പറയാം. ഈ ഒരു മന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഇതാണ്. അതായത് വൃന്ദാവനത്തിലുള്ള കൽപ്പക വൃക്ഷ ചുവട്ടിൽ രത്നമയമായ പീഠത്തിന്മേൽ രത്നം കൊണ്ട് അലങ്കരിച്ച, രത്നമേ ഉള്ളൂ, ആ രത്നം കൊണ്ട് അലങ്കരിച്ച പീഠത്തിന്മേൽ 8 ഇതളോടുകൂടിയ താമരപ്പൂവിൻ്റെ മുകളിൽ ഇരിക്കുന്നവനും, വെറും താമരയല്ല, ചെന്താമരപ്പൂവിൻ്റെ ഇതളോടുകൂടിയ ആ പത്മത്തിൽ ഇരിക്കുന്നവനും, മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നവനും, മഞ്ഞപ്പട്ടൊക്കെ ഉടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായി ഇരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മഞ്ഞപ്പട്ട് ഉടുത്തിരിക്കുന്നവനും, അതുമാത്രമല്ല മേഘവർണ്ണത്തോട് കൂടിയവനും, ഗോപികമാരാലും ഗോപന്മാരാലും ചുറ്റപ്പെട്ടവനും, അതിസുന്ദരനും, കാമദേവനെ പോലെ സുന്ദരനായിട്ടുള്ളവനും, അനവധി ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ളവനും, മുനിമാരാൽ സ്തുതിക്കപ്പെട്ടവനും, ഓടക്കുഴൽ വിളിക്കുന്നവനുമായിട്ടുള്ള ഗോപാലമൂർത്തിയെയാണ് നമ്മൾ ധ്യാനിക്കുക. നമ്മൾ ഈ ധ്യാനം ചൊല്ലുമ്പോൾ ഈ ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടാവണം. മനസ്സിൽ ഉറച്ച് അടിയുറച്ച് വിശ്വസിച്ച് കൊണ്ടുവേണം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഇനി മന്ത്രം ഇതാണ്: ഓം ഗോപീജന വല്ലഭായ സ്വാഹ. എന്നോട് പറയാം: ഓം ഗോപീജന വല്ലഭായ സ്വാഹ. ഇനി ഈ മന്ത്രത്തിൻ്റെ സിദ്ധി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മന്ത്രത്തെ എങ്ങനെയാണ് സിദ്ധി വരുത്തിയെടുക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചൊല്ലിക്കഴിഞ്ഞാൽ ധ്യാനപ്രകാരമുള്ള ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുക. വിഗ്രഹത്തെ നിർമ്മിക്കുക. പഞ്ചലോകത്തിലാവാം, അല്ലെങ്കിൽ ഓടിലാവാം, വെള്ളിയിലാവാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് യുക്തിയോടുകൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ആ തരത്തിൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുക. അതിനുശേഷം വൈഷ്ണവ പീഠത്തിന്മേൽ, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് ദീക്ഷയെ മന്ത്രം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തരും എങ്ങനെ പൂജിക്കണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ.
അതീവ ശക്തിയുള്ള ഒരു മന്ത്രമാണത്. അതിനാൽ ഈ ഒരു മന്ത്രം ദുരുപയോഗം ചെയ്യരുത്. മന്ത്രങ്ങളെല്ലാം അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭാരതത്തിൽ നിലനിന്നിരുന്നതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായിട്ടുള്ള ചില അറിവുകൾ മാത്രമാണ് ഇതൊക്കെ. യുക്തിപൂർവം നിങ്ങൾ ഈ മന്ത്രത്തെ ഉപയോഗിക്കുക. അതായത് ഞാൻ പറഞ്ഞു വന്നത്, വൈഷ്ണവ പീഠത്തിന്മേൽ ഈ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ച് പൂജിക്കണം. ഈ മന്ത്രം ജപിക്കേണ്ടത്, മന്ത്രസംഖ്യ എന്ന് പറയുന്നത് 1,00,000 1,00,000 ജപിച്ചു കഴിഞ്ഞാൽ 10,000 കൊണ്ട് താമരപ്പൂവ് ഹോമിക്കണം. ഹോമകുണ്ടമൊക്കെ തയ്യാറാക്കി ചെന്താമരപ്പൂവ് നെയ്യിൽ മുക്കി ഹോമിക്കണം. 10,000 പ്രാവശ്യം ഇത് ഹോമിക്കുമ്പോൾ മന്ത്രസിദ്ധി കൈവരും. മന്ത്രസിദ്ധി കൈവന്നു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള പ്രയോഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതിലുപരി ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. എന്നാലും കുറച്ച് 4-5 പ്രയോഗങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്താം. ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, അതിൽ ചില പ്രയോഗങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. വിട്ടുമാറാത്ത ജ്വരമുണ്ടെന്ന് കൂട്ടിക്കൂടും. വിട്ടുമാറാത്ത ജ്വരമുണ്ട് എങ്കിൽ ഈ ഒരു മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ആള് ചുറ്റമൃതം എടുത്ത് ചെറുതായി നുറുക്കി അഗ്നിയിൽ ഹോമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ജ്വരമായിരുന്നാലും അത് മാറിക്കിട്ടും. ഈ മന്ത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതകളിലൊന്നാണിത്. ഇനി മറ്റൊരു പ്രയോഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്താണ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് മറ്റൊരു ആളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ മറ്റു ഏത് രീതിയിലെങ്കിലായിരുന്നാലും ആ സമയത്ത് തൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്നില്ല, എല്ലാ കാര്യത്തിനും സർവത്ര നേരവും അയാളാണ് എപ്പോഴും അയാളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു മന്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ ഒരു പ്രയോഗമുണ്ട്. എത്ര വലിയ സ്നേഹബന്ധം ഉണ്ടായിരുന്നാൽ പോലും, അതായത് എത്ര വലിയ സ്നേഹബന്ധമുള്ള സുഹൃത്തുക്കളായിരുന്നാൽ പോലും അവരെ ആ ബന്ധം വേർപെടുത്തി ചെറിയ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ശത്രുത ഭാവത്തിലേക്ക് മാറി തന്നിലേക്ക് വരാനായിട്ട്, തന്നിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് വരാനായിട്ട് ഈ മന്ത്രത്തെ ഉപയോഗപ്പെടുത്താം. അതായത് ഈ മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ആള് നല്ല പശുവിൻ ചാണകം എടുക്കുക. പുല്ല് മാത്രം കൊടുത്ത് വളർത്തുന്ന പശുവിൻ്റെ ചാണകം. ആ ചാണകം എടുത്ത് ചെറിയ ഉരുളകളാക്കി പരത്തി അതിന് ഉണക്കിയെടുക്കുക. വരളി എന്ന് അതിന് പറയും. ആമസോണിലൊക്കെ അത് വാങ്ങാൻ തന്നെ ലഭിക്കും. ഈ വരളി എടുത്തതിന് ശേഷം ഈ മന്ത്രം ജപിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ഭാവം വേണം. അതായത് ചൂതുകളിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ബലഭദ്രരുടെയും രുക്മിണിയുടെയും നേരെ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കോപത്തോടുകൂടി നോക്കി നിൽക്കുന്ന ആ ഒരു ഭാവത്തിൽ ഈ മന്ത്രം ജപിച്ച് അഗ്നിയിൽ ഹോമിച്ചാൽ എത്ര വലിയ സുഹൃത്തുക്കളായിരുന്നാൽ പോലും ആ ബന്ധം അവിടെ കട്ടായി നമ്മളിലേക്ക് നമ്മുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് വരുന്നതാണ്. ഇത് ദുരുപയോഗം മാരുത്. അതീവ ശക്തിയായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇത്. മന്ത്രങ്ങൾ എപ്പോഴും ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ജനനന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. യുക്തിപൂർവ്വം ഉപയോഗിക്കുക. ദുരുപയോഗം ചെയ്താൽ അതിന് തീർച്ചയായും റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഗുരു ഉപദേശത്തോടു കൂടി മാത്രം മന്ത്രത്തെ സ്വീകരിക്കുക, പഠിക്കുക, പ്രയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രപ്രയോഗം കൊണ്ട് തന്നെ ശത്രുദോഷത്തെ ഇല്ലാതാക്കാൻ പറ്റും. ശത്രുഭാവത്തിൽ നിൽക്കുന്ന ആളെ ശത്രു അല്ലാതാക്കി മാറ്റാൻ ഈ ഒരു മന്ത്രത്തിന് പറ്റും. താന്നിയില്ലേ, താന്നിക്കുരു, താന്നിച്ചമത എടുക്കുക. അത് വേപ്പെണ്ണയിൽ മുക്കിയിട്ട് കത്തിക്കുക. കത്തിച്ച് ആ കത്തിക്കുന്ന തീയിൽ ഏതെങ്കിലും ഒരു ഹോമദ്രവ്യം 10,000 ഉരു ഹോമിച്ചാൽ, ഹോമിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രിയിൽ ഇത് ഹോമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുക്കളായിരുന്നാലും ശത്രുക്കൾ മാറും. ശത്രുദോഷം ഇല്ലാതായി മാറും. അത് ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു വൈവിധ്യമാണ്. അതുപോലെ തന്നെ ശത്രുദോഷത്തിന് മറ്റൊരു പ്രയോഗമുണ്ട്. പ്രയോഗിക്കുന്ന ആൾ അവനവൻ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്നുള്ളൊരു ഭാവത്തിൽ മാളികയുടെ മുകളിൽ നിന്ന് കംസനെ താഴേക്ക് തള്ളിയിടുന്ന രീതിയിൽ ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം പ്രയോഗിക്കുക. അതെങ്ങനെ പ്രയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ നക്ഷത്രത്തിലുള്ള വൃക്ഷത്തിൻ്റെ ചമത എടുക്കുക. ആ ചമത കൊണ്ട് 10,000 ഉരു ഹോമിച്ചാൽ ആ ശത്രു കംപ്ലീറ്റും ഇല്ലാതായി മാറും. അത്രയ്ക്ക് പവറാണ് ഈ ഒരു മന്ത്രത്തിന്. വേണ്ട രീതിയിൽ ഗുരു ഉപദേശത്തോടു കൂടി സ്വീകരിച്ചാൽ, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ്,
അത്രയ്ക്ക് ഹൈ പവർ ഒരു മന്ത്രമാണ് ഇത്. ഈ ശത്രുദോഷത്തിനൊക്കെ ഈ മന്ത്രം പ്രയോഗിക്കേണ്ടുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രി വേണം ഈ ഒരു പ്രയോഗം ചെയ്യാൻ. ഇനി മറ്റൊരു പ്രയോഗമുണ്ട്. അതായത് നമുക്ക് പഠിച്ചാലും മനസ്സിലാകുന്നില്ല. ചില ആൾക്കാരുണ്ട്, മനുഷ്യനായി പിറക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, എല്ലാ അവയവത്തോടു കൂടി ഒരു കുഴപ്പമില്ലാതെ ജനിക്കുന്നത് അതിലേറെ ഭാഗ്യം. എന്നിട്ടും ചില ആൾക്കാർ എന്നെക്കൊണ്ട് കഴിവില്ല, അവനാണെങ്കിൽ ഭയങ്കര കഴിവുണ്ട്, അല്ലെങ്കിൽ അവൾക്കാണെങ്കിൽ ഭയങ്കര കഴിവുണ്ട്, അവൾ ഇന്നതാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന പഠിത്തത്തിലൊക്കെ മോശമായി കാണുന്നവർക്കൊക്കെ ഈ ഒരു മന്ത്രത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാശിൻ്റെ പൂവുണ്ട്. പ്ലാശിൻ്റെ പൂവ് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പ്ലാശിൻ്റെ പൂവ് 10,000 എണ്ണം എടുക്കണം. 10,000 എണ്ണം എടുത്ത് അത് ഹോമകുണ്ഡം തയ്യാറാക്കി ഹോമം ചെയ്താൽ 10,000 പ്രാവശ്യം കൊണ്ട് 10,000 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ വിദ്വാനായി മാറും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രം കൊണ്ട് മനോഹരമായിട്ടുള്ള അതീവ ശക്തിയേറിയ ഒരു വശ്യപ്രയോഗമുണ്ട്. അതായത് ആരെയാണോ നമ്മൾ വശത്താക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് പുഷ്പമോ ചന്ദനമോ അല്ലെങ്കിൽ കൺമഷിയോ വസ്ത്രമോ വെറ്റിലയോ ഇവയിലേതെങ്കിലും ഒന്നെടുക്കുക. അതിനുശേഷം ഈ ഒരു മന്ത്രം തൊട്ട് ജപിക്കണം. ഈ ഒരു മന്ത്രം തൊട്ട് ജപിക്കുമ്പോൾ 1000 ജപിക്കേണ്ടത്. 1000 ഉരു ജപിച്ച് ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ നൽകുന്നത് അവർ ബന്ധുക്കളെ പോലെ അല്ലെങ്കിൽ പുത്രന്മാരെ പോലെ അല്ലെങ്കിൽ കാമുകനെ പോലെ അല്ലെങ്കിൽ കാമുകയെ പോലെ നമ്മളിൽ വശവദനായി മാറും. അതുപോലെ തന്നെ വൃന്ദാവനത്തിലിരുന്ന് ഗോപസ്ത്രീകളുമായിട്ട് പാട്ടുപാടുന്ന രീതിയിലുള്ള ശ്രീകൃഷ്ണനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ചെറുകടലാടി ചമതയെടുത്ത് ഹോമിച്ചു കഴിഞ്ഞാൽ ലോകം തന്നെ വശമായി മാറുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു അതീവ ശക്തിയേറിയ ഒരു വശ്യപ്രയോഗമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ രാസക്രീഡ ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് സ്മരിച്ചു നമുക്ക് വിവാഹം ചെയ്യാൻ സാധിക്കും. ഇപ്പം കന്യകയാണെങ്കിൽ പുരുഷനെ നമുക്ക് വിവാഹം ചെയ്യാൻ സാധിക്കും. 6 മാസത്തിനുള്ളിൽ ഇത് സംഭവിക്കും. ഇത് അതീവ ശക്തിയേറിയിട്ടുള്ള ഒരു വശ്യപ്രയോഗമാണ്. അതുപോലെ തന്നെ മറ്റൊരു വശ്യപ്രയോഗമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ, കടമ്പ് വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ ആറ്റുപേര എന്ന് പറയും. പേരയ്ക്കൊക്കെ കായ്ക്കുന്ന പേര. അതുപോലെ തന്നെ കടമ്പ് വൃക്ഷം. ആ കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ അദ്ദേഹം ഇരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മന്ത്രം 1000 ഉരു വീതം ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ 41 ദിവസത്തിനുള്ളിൽ അവൾ ഇഷ്ടപ്പെടുന്ന പുരുഷനെ അവർക്ക് ലഭിക്കുന്നതാണ്. പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീയെ ലഭിക്കുന്നതാണ്. ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഭർത്താവായി അല്ലെങ്കിൽ ഭാര്യയായി സ്വീകരിക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു മന്ത്രത്തെ ഉപയോഗിക്കാവൂ. ദുരുപയോഗം അരുത്. ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈശ്വരൻ ഇത്തരത്തിലുള്ള മന്ത്രപ്രയോഗങ്ങളൊക്കെ ഭാരതീയർക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഗുരു ഉപദേശത്തോടു കൂടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ധനധാന്യ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം കൊണ്ട് ഒരു പ്രയോഗമുണ്ട്. കൂവളത്തിൻ്റെ ഇലയോ അല്ലെങ്കിൽ കൂവളത്തിൻ്റെ കായയോ കൂവളത്തിൻ്റെ ചമതയോ തേനിൽ മുക്കി ഹോമിക്കുക. തേനിൽ മുക്കി ഹോമിച്ചു കഴിഞ്ഞാൽ ധനവാനായി മാറുന്നതാണ്. ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ താമരപ്പൂ എടുത്ത് പഞ്ചസാര കൂട്ടി ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാലും മതി. എത്ര ദരിദ്രനായിരുന്നാൽ പോലും ഈ ഒരു പ്രയോഗം ചെയ്യുന്നതോടുകൂടി അവൻ ധനവാനായി മാറുന്നതാണ്. ഈ ഒരു മന്ത്രം കൊണ്ട് അതീവ ശക്തിയുള്ള ഒരു വശ്യ തിലകം ഉണ്ടാക്കാൻ സാധിക്കും. ഈ തിലകമുണ്ടാക്കി നമ്മൾ കുറി തൊട്ട് കഴിഞ്ഞാൽ, കുറി തൊട്ട് ആരുടെ അടുത്താണ് പോകുന്നത് അവർക്ക് നമ്മളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകുന്നത്, നമുക്കൊരു പ്രത്യേക വശ്യത നമ്മളിൽ വന്നു ചേരുന്നതാണ്. അത് തയ്യാറാക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത്, ഈ ഒരു മന്ത്രം സിദ്ധി വരുത്തിയ ആൾ വെളുത്ത പുഷ്പങ്ങളും ഉണക്കലരിയും കൂടെ ചേർത്തിട്ട് നെയ്യ് കൂട്ടി കുഴയ്ക്കുക. നല്ല 1-ാം തരം പശുവിൻ നെയ്യ് ചേർത്ത് കുഴയ്ക്കുക. അതിനുശേഷം ഈ ഒരു മന്ത്രം ജപിച്ച് ഹോമിക്കുക. തുടർച്ചയായിട്ട് 7 ദിവസം ഹോമിക്കണം. 7 ദിവസം ഹോമിക്കണം. 7ാമത്തെ ദിവസം ആ കുണ്ടത്തിലെ ഹോമകുണ്ടത്തിലെ ഭസ്മമെടുത്ത് നെറ്റിയിലും കഴുത്തിലും അനാഹതത്തിലൊക്കെ കുറിയിട്ടാൽ സകലമാന സുന്ദരിമാരെയും വശ്യപ്പെടുത്താൻ പറ്റും എന്നാണ് ഈ ഒരു മന്ത്രം പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ
അല്ലെങ്കിൽ ആചരണ നിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മന്ത്രപ്രയോഗങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. അത് ഇതെന്നല്ല, അവരവർക്ക് യുക്തിപൂർവ്വം ചിന്തിച്ചെടുക്കേണ്ടുന്ന പല ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് മന്ത്രങ്ങൾ ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു മന്ത്രം മാത്രമാണിത്. മന്ത്രം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമെയിൽ എഴുതി ചോദിക്കാവുന്നതാണ്. മെയിൽ അയക്കേണ്ട വിലാസം tulasedalathil media@gmail.com. മറ്റൊരു മനോഹരമായിട്ടുള്ള അറിവിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.